യമാമയിലെ ക്രൂരനായ ഭരണാധികാരിയായിരുന്നു സുമാമ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എവിടെ വെച്ച് കണ്ടാലും വധിച്ചു കളയണം എന്ന് തന്റെ അനുചരന്മാരോട് പറയുകയും ചെയ്യും അയാൾ. അങ്ങനെയിരിക്കെ മദീനയിൽ വെച്ച് ഉമാമയും സംഘവും ഒരു ചുഴലിക്കാറ്റിൽ പെടുകയാണ്. കൂടെയുള്ള പലരും ആ ചുഴലിക്കാറ്റിൽ മരണപ്പെട്ടു. മറ്റു പലരും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. സംഭവം നിരീക്ഷിക്കാനെത്തിയ മദീനയിലെ ചില സ്വഹാബികളാണ് മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ഉമാമയുടെ ശരീരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ എത്തിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആളെ മനസ്സിലായി. മദീന പള്ളിയുടെ ഒരു തൂണിൽ അദ്ദേഹത്തെ കെട്ടിയിടുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇത് ഉമാമയാണ്, അദ്ദേഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. നബി വീട്ടിലേക്ക് ചെന്ന് തനിക്ക് വേണ്ടി പാകം ചെയ്ത ഭക്ഷണവും അതുപോലെ തന്നെ ഒട്ടകത്തെ കറന്ന് അതിന്റെ പാലും കൊണ്ടുവന്ന് ഉമാമയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഉമാമ എങ്ങനെയുണ്ട്? മുസ്ലിങ്ങൾക്ക് തന്നോടുള്ള ദേഷ്യം നന്നായി അറിയുന്ന ഉമാമ പറഞ്ഞു, മുഹമ്മദെ, എന്നെ കൊന്നുകളയൂ. ഞാൻ അത്രയേറെ ഉപദ്രവം ചെയ്തിട്ടുണ്ട് താങ്കളോടും താങ്കളുടെ അനുയായികളോടും. ചെറുപുഞ്ചിരിയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. രണ്ടാമത്തെ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഉമാമയോട് ചോദിച്ചു, ഉമാമ എങ്ങനുണ്ട്? അപ്പോഴും ഉമാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുഹമ്മദെ, എന്നെ അങ്ങ് കൊന്നുകളയും. മൂന്നാമത്തെ ദിവസം ഭക്ഷണവുമായി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ, ഉമാമയെ മോചിപ്പിക്കൂ. നിങ്ങൾ കരഞ്ഞു കരങ്ങിയ കണ്ണുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ വീണിട്ട് ഉമാമ പറയുന്നുണ്ട്, മുഹമ്മദെ, ഇന്നേ വരെ എനിക്ക് ലോകത്തെ ഏറ്റവും വെറുപ്പുള്ള വ്യക്തി താങ്കളായിരുന്നു. ഇന്നു മുതൽ ലോകത്തെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമുള്ളത് താങ്കളെയാണ്. താങ്കളെയും താങ്കളുടെ അനുയായികളെയും ഒരുപാട് ദ്രോഹിച്ച ആളാണ് ഞാൻ. എന്നിട്ടും അങ്ങ് വെറുതെ വിടുകയാണ് ഉണ്ടായത്.